ഉദയംപേരൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൽ പരിക്കേറ്റ് കൊല്ലം സ്വദേശിയായ യുവാവ് റോഡിൽ വീണു. ആശുപത്രിയിൽ എത്തിച്ചാൽ ആ എത്തിക്കുന്ന സമയം അത് ഗോൾഡൻ ടൈം എന്നാണ് പറയുന്നത്. ആ ഗോൾഡൻ ടൈമിൽ വേണ്ട ചികിത്സ അടിയന്തരമായി നൽകി. ആശുപത്രിയിൽ നൽകേണ്ട ശസ്ത്രക്രിയ റോഡരികിൽ നൽകി ഒരു ഡോക്ടർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബി മനൂപ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരായെത്തിയ 2 ഡോക്ടർമാർ അദ്ദേഹത്തെ സഹായിക്കാൻ, തോമസും ദിദിയ തോമസും സഹായിക്കാനായി കൂടുകയും ചെയ്തു. നാട്ടുകാരുടെ ഒക്കെ സഹായത്തോടു കൂടി റോഡരികിൽ ഒരു ശസ്ത്രക്രിയ നടന്നു. ആ യുവാവിനെ അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട ആ യുവാവിനെ അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ ഡോക്ടർമാരുടെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയാക് ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപ്. ആ മനൂപാണ് ആ ജീവൻ രക്ഷാപ്രവർത്തിക്ക് റോഡരികിൽ, ആശുപത്രിക്കുള്ളിൽ നടത്തേണ്ട ശസ്ത്രക്രിയ റോഡരികിൽ നടത്തി ഒരു യുവാവിനെ രക്ഷിച്ച് മാതൃക തീർത്തത്. ആ ഡോക്ടറാണിന്ന് ഈവനിങ് ഡിബേറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ഡോക്ടറിലേക്ക് തന്നെ, ബി മനൂപിലേക്ക് തന്നെ പോകാം. ബി മനൂപ്, ആദ്യം തന്നെ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. ഒരു ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെട്ട് താങ്കളുടെ ചടുലമായ പ്രവൃത്തി, അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും. കാരണം ഇങ്ങനെയാകണം ഡോക്ടർമാർ എന്ന സന്ദേശം കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രം സ്വന്തമാണ് ഒരു പക്ഷേ. അതെ സാർ, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായും. കാരണം ഈ പെട്ടെന്ന് ഇങ്ങനെ ലങ്സിലേക്ക്, എനിക്കറിയില്ല ശാസ്ത്രീയമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, ലങ്സിലേക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ശ്വസനം തടസ്സപ്പെടുന്നൊരു ഘട്ടത്തിലാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്ക് ആ ഗോൾഡൻ ടൈം പോകും. കാരണം ആദ്യ നിമിഷങ്ങളാണല്ലോ സുവർണ സമയം, അത് പോകും. അതുകൊണ്ട് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ മാത്രമല്ല, ശസ്ത്രക്രിയ തന്നെ അവിടെ വെച്ച് ചെയ്തു. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പുതിയ ബ്ലേഡ് വാങ്ങി സ്ട്രോ ഇട്ടു. അതും ഫ്രൂട്ടിയുടെ സ്ട്രോയാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ റോഡരികിൽ വെച്ച് അത് താങ്കളത് ചെയ്യുമ്പോൾ അതുവഴി പ്രതിഫലിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ എഫിഷ്യൻസി കൂടിയാണ്. ശസ്ത്രക്രിയാ ഹാളിൽ നടത്തേണ്ട, ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്തേണ്ട ആ ശസ്ത്രക്രിയ റോഡരികിൽ ചെയ്തത് അല്ലേ? എന്തൊക്കെയായിരുന്നു അതിലെ വെല്ലുവിളി? എന്തൊക്കെയാണ് ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള താങ്കളുടെ ആ എന്തൂസിയാസത്തിന് പിന്നിൽ? അന്നത്തെ ഒരു പേഷ്യൻ്റ്, അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ലിനുവിൻ്റെ ആ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു ഇത്. ഇങ്ങനൊരു ഡെയറിങ് അറ്റംപ്റ്റിന് വേണ്ടി നമുക്ക് ഫോളി ഫോഴ്സ്ഡ് ആയെന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ എല്ലുകളും വായുടെ എല്ലുകളും എല്ലാം ഇഞ്ചുറിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള ബ്ലീഡിങ് കാരണം അദ്ദേഹത്തിൻ്റെ ശ്വാസനാളം, അതായത് നമ്മൾ എയർവേ ഒബ്സ്ട്രക്ഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഈ എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് മീൻവെൽ നമ്മൾ ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടുകാരും പോലീസുകാരും തന്നെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആംബുലൻസ് വരാനും ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആംബുലൻസ് വന്നിരുന്നാൽ നമുക്ക് വേറെ പ്രൊസീജിയറിലേക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഈ ആംബുലൻസും എത്തുന്നില്ല, അദ്ദേഹം റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകുന്നൊരു അവസ്ഥയിൽ നമുക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സർജിക്കൽ ക്രിക്കോതൈറോയിഡോട്ടമി എന്നുള്ളൊരു പ്രൊസീജിയർ ചെയ്യാനായി ഞങ്ങൾ ഫോഴ്സ്ഡ് ആയത്. കാര്യം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ലങ്സിൻ്റെ ശ്വാസം ഓക്സിജൻ എത്തിയാൽ മാത്രമേ അത് രക്തത്തിലൂടെ തിരിച്ച് തലച്ചോറിലേക്ക് എത്തുള്ളൂ. അതാണ് ജീവൻ നിലനിർത്താൻ ഏറ്റവും വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രൊസീജിയർ ഒന്നും ഒരു അൺകാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് തന്നെയാണ് ഇന്ന് എടുത്തത്. ഇതെല്ലാം ഓൾറെഡി ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, അഡ്വാൻസ് ട്രോമ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ ഉണ്ട് നമുക്ക്, ATLS പ്രോട്ടോക്കോൾ. അതാണ് ലോകം മൊത്തം ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോൾ. അപ്പം ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇത് ഒരു എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കുമ്പം നമുക്ക് ബാക്കിയുള്ള റെസ്ക്യൂ മാനുവേഴ്സ് ഉണ്ട്. അത് ജോ ത്രസ്റ്റ് പോലുള്ള റെസ്ക്യൂ മാനുവേഴ്സിൽ നമുക്ക് ശ്വാസനാളം തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കോതൈറോയിഡോട്ടമി തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രൊസീജിയർ അന്ന് ചെയ്യേണ്ടി വന്നത്. ഒരു അറസ്റ്റ് പോകുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിക്കുക മാത്രമല്ല, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു ഡെഫിനിറ്റ് കെയർ കൊടുക്കുന്നിടം വരെ ഒരു ടൈം ബൈ ചെയ്യുക, അല്ലെങ്കിൽ അതുവരെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ആ പ്രൊസീജിയറിൻ്റെ ലക്ഷ്യം. തീർച്ചയായും. കാരണം ഇത് പ്രോട്ടോക്കോൾ പ്രകാരമുള്ളതാണ്. കാരണം മോഡേൺ സയൻസ് അംഗീകരിച്ച പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ ആ രീതി തന്നെയാണ് താങ്കൾ പിന്തുടർന്നത്. അത് ശ്ലാഘനീയം തന്നെയാണ്.